എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെർനാട്. ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുസൃതികളൊക്കെ നിറഞ്ഞ ഒരു കുട്ടി ഗസ്റ്റാണ്, നല്ല ഗായകനാണ്. അപ്പം ആ കുട്ടി ഗസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കുട്ടി ഗസ്റ്റിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? വിഘ്നേഷ് എന്നാണ്. വിഘ്നേഷ് 1ാം ക്ലാസ്സിലേക്ക് പോകാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വിഘ്നേഷിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് വിഘ്നേഷ്. ഹായ്. എന്തൊക്കെയുണ്ട് വിഘ്നേഷ് വിശേഷം? സുഖമാ. വിഘ്നേഷ് ഭയങ്കര സുന്ദരനാണല്ലോ, നല്ല കുറിയൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് ചിരിച്ചൊക്കെയാണല്ലോ ഇരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? വിഘ്നേഷ് വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാ. എവിടുന്നാ വരുന്നേ? ചന്ദനത്തോപ്പിലാണോ വരുന്നേ? ചന്ദനത്തോപ്പിലെ വീട്ടിൽ നിന്ന് വരുന്നോ? ആണോ? വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അമ്പാടിയും അനിയനില്ല. അനിയനുണ്ടോ? അമ്പാടിന്നാണോ പേര് അനിയന്റെ? ഓക്കെ. അമ്പാടിയും ഞാനും ഉള്ളൂ. അച്ഛൻ ഗൾഫിൽ പോയി. എന്ന് പോയി? ഇന്നലെയോ? അല്ല, കൊറേ മാസമൊക്കെ എടുത്ത് അച്ഛൻ ജോലിക്ക് പോയി. ആണോ? അപ്പൊ അച്ഛൻ പുറത്താണോ അന്നേരം? അപ്പൊ നിങ്ങൾ ഇത്രേ ഉള്ളൂ? ഓക്കെ. അപ്പൊ അച്ഛനെ കാണാൻ കരയുകയൊക്കെ ചെയ്യോ? അച്ഛനെ കാണാത്തോണ്ട്? അച്ഛൻ പോകുമ്പോഴൊക്കെ കരയും. അച്ഛൻ പോകുമ്പോ കരയും, വരുമ്പോ കരച്ചിലില്ല. അത് പിന്നെ കരയണ്ടല്ലോ, അച്ഛനെ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അച്ഛനെ കാണാത്തോണ്ട് വിഷമമുണ്ടോ? ഫോണിൽ കൂടെ ഒക്കെ വിളിക്കത്തില്ലേ അച്ഛൻ? ഫോണിലൊക്കെ വിളിക്കും. എന്തൊക്കെ ചോദിക്കും വിളിച്ച് അച്ഛൻ? മോനെ ചക്കര എന്നൊക്കെ ചോദിക്കും, സുഖാണോ എന്നൊക്കെ ചോദിക്കും. പൊന്നു, ചക്കര എന്നൊക്കെയാണോ വിളിക്കുന്നത് അച്ഛൻ? അച്ഛൻ അങ്ങനെയൊക്കെ വിളിക്കും. അത് സ്നേഹം കൂടുമ്പോഴായിരിക്കും. അപ്പൊ ചക്കര എന്ത് ചെയ്യും? അച്ഛൻ ഗൾഫിലിരിക്കുമല്ലേ, അപ്പൊ എന്താ ചെയ്യാനാ? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാന്നല്ല, അച്ഛൻ ഗൾഫിലല്ലേ നിൽക്കുന്നേ. നമ്മൾ നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ വിളിയൊക്കെ കേട്ടോണ്ട്. അച്ഛനെ എന്താ വിളിക്കുന്ന മോൻ? അച്ഛനെ അച്ഛനെ വിളിക്കും. അച്ഛനെ ചക്കരയൊന്നും വിളിക്കത്തില്ല അല്ലേ തിരിച്ച്? അച്ഛനെ ചക്കര എന്നൊക്കെ വിളിക്കും. അപ്പൊ ഉമ്മയൊന്നും കൊടുക്കാൻ പറ്റില്ല അച്ഛന് അല്ലേ? മൊബൈലിൽ മാത്രമേ ഉമ്മ കൊടുക്കാൻ പറ്റൂ. അത് മൊബൈലിലല്ലേ ഉമ്മ കിട്ടത്തുള്ളൂ, അച്ഛന് കിട്ടത്തില്ലല്ലോ. അച്ഛനെ കിട്ടത്തില്ല. അപ്പൊ അതിൽ വിഷമമുണ്ടോ? അച്ഛൻ ഉടനെ നേരിട്ടൊക്കെ വരുമ്പോ അച്ഛൻ ഉമ്മയെ കൊടുക്കാം കേട്ടോ. ഓക്കെ. മോൻ ഏത് സ്കൂളിലാണ് പഠിച്ചേ? ഫസ്റ്റ് LKG ആയിരുന്നു, സെക്കൻഡ് UKG ആയിരുന്നു. ഇനിയിപ്പോ എവിടാ പഠിക്കാൻ പോന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പഠിക്കാൻ പോകുന്നു. അതെവിടെ പഠിക്കാൻ പോന്നേ? മീഡിയം സ്കൂളില്. ട്രിനിറ്റിയിലോ? എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ പഠിച്ച ക്ലാസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? UKG LKG ഒക്കെ കൊള്ളായിരുന്നു. കുരുത്തക്കിടൊക്കെ ഉണ്ടോ വീട്ടില്? ഇത്തിരിയൊക്കെ ഉണ്ട്. എന്തൊക്കെ കുരുത്തക്കിട കാണിക്കുന്നേ? കുസൃതി കാണിച്ച അടിക്കും. ആരടിക്കും? അമ്മ. എന്തൊരു കുസൃതിയാ കാണിക്കുന്നേ? കാണിക്കുന്ന കുസൃതി മറന്നുപോയോ? ഓർത്തെടുക്കണം അല്ലേ? അന്നേരം നമുക്ക് എന്ത് കുസൃതി തോന്നും അതങ്ങ് കാണിക്കും അല്ലേ? അടിയും മേടിക്കും അല്ലേ? ഓക്കെ. അച്ഛനാണോ ഏറ്റവും ഇഷ്ടം, അമ്മയാണോ ഏറ്റവും ഇഷ്ടം? അച്ഛനെ അമ്മയെ എന്റെ അനിയനെ ഇഷ്ടം. എല്ലാരും ഇഷ്ടമല്ലേ? വീട്ടിലുള്ളവരെല്ലാരും ഇഷ്ടമാണ് ചുരുക്കി പറഞ്ഞ. പാട്ടൊക്കെ പാടുവോ? പാട്ടുകാരനൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്കൊരു പാട്ടൊന്ന് പാടിത്തരുവോ? കുറച്ച് പേര് പാടിക്കേട്ടാലോ നമുക്ക്? ഒന്ന് പാടിക്കേ. ഏഴര പൊന്നാന പുറത്തേരും നല്ലും ഏറ്റുമാർന്നൂരപ്പ തോരും നേം ഞാൻ തിരുനാഗത്തളയിട്ട ത്രിപാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. കളഭമുറുക്കാത്ത ചാർത്തിയ ദേവനെ കണി കാണാൻ വരും നേരം, കാലത്ത് കണി കാണാൻ വരും നേരം. തൊരു കൈ കുമ്പിളി തിരുമുടി പൂഴൈ തൃപ്തരണം. നമ ശിവായ നമ ശിവായ നമ ശിവായ. അടിപൊളി അടിപൊളി അടിപൊളി. ഇത് ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? അമ്മയും വിജയമാമയും രണ്ടോട് ഇരുന്ന് പഠിപ്പിച്ചാണോ ഈ പാട്ട്? ഫസ്റ്റ് വിജയമാമയെ നല്ലപോലെ പഠിപ്പിച്ച് വെച്ചിരുന്നു. അമ്മ കുളവാക്കിയോ? അമ്മ കുളവാക്കിയതല്ല, അമ്മ പഠിപ്പിച്ചിരുന്നു. അമ്മയും വിജയമാമയും പഠിപ്പിച്ചിരുന്നു. ഫസ്റ്റ് വിജയമാമ പഠിപ്പിച്ച് എനിക്ക് ഓർമ്മ വന്ന്.
ആ ഓർമ്മ വന്ന്. ഓ ശരി. ഞാൻ ഇനി പിന്നെയും പഠിപ്പിക്കുന്ന എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. അയ്യോ ഇപ്പോഴും പഠിപ്പിച്ചോണ്ടിരിക്കുകയാണോ? ആ അത് ശരിയായൊരു കാര്യമല്ലല്ലോ. കൊച്ചു പഠിച്ച് പാസ്സായി കഴിഞ്ഞ സാധനം വീണ്ടും ഇട്ട് പഠിപ്പിക്കുവാന്നോ? അതെന്താ ചോദിച്ചോ? അത് എന്തിനാ ഇങ്ങനെ ഇട്ട് വീണ്ടും പഠിപ്പിക്കാൻ ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്ത? നമ്മളെ അങ്ങനെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ? അത് എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് പഠിപ്പിക്കുന്നത് ചോദിക്കണ്ടേ? അതെന്താ ചോദിക്കണം കേട്ടോ. ഇപ്പൊ ഇന്ന് ചോദിക്കുവോ? കൊച്ചി പഠിച്ച് ഇത്രയൊക്കെ പാടി കേൾപ്പിക്കുന്ന കൊച്ചിനെ വീണ്ടും ഇത് തന്നെ പഠിപ്പിക്കാന്ന് വെച്ചാൽ വേറെ പുതിയ പാട്ട് പഠിപ്പിക്കുവാണെങ്കിൽ ഓക്കെ അല്ലേ? പുതിയ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചോ അവര്? നടക്കുന്നില്ല. നമ്മളങ്ങോട്ട് വീഴുന്നില്ല വലയിലോട്ട് അല്ലേ? നമുക്ക് ഈ ഒരു അബദ്ധം പറ്റി കിടക്കുമല്ലേ? ഈ പഠിച്ച പാട്ട് തന്നെ വീണ്ടും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി പുതിയ അടുത്ത പാട്ടുകൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതൊരു വല്ലാത്തൊരു പരിപാടിയാ അത് അല്ലേ? അതിനിപ്പോ എന്തായാലും ഒരു മാർഗം നമുക്ക് കണ്ടെത്തണം. ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഇട്ട് കൊച്ചിനെ പഠിപ്പിച്ച് ശല്യപ്പെടുത്തുന്നത് അല്ലേ? ഓക്കെ. ഇത് മോന്റെ ഇഷ്ടത്തിൽ പഠിച്ച പാട്ടാണോ ഇത്? ഇത്ര പിന്നെ കുഴപ്പമില്ല, ആസ്വദിച്ചങ്ങ് പഠിച്ചില്ലേ? എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പഴയ പാട്ട്. എനിക്ക് പോലും ഈ പാട്ട് എന്നിട്ട് പാടാൻ അറിയത്തില്ല. എന്നിട്ട് ആ ഒരു പാട്ടൊക്കെ എടുത്ത് കറക്റ്റായിട്ടൊക്കെ പഠിച്ച് ഈ ഇത്രയുള്ള ഒരു ചെറിയൊരു സോഡാ കോപ്പിയുടെ അത്രയും വലിപ്പമുള്ള ഒരു കൊച്ചു എന്നിങ്ങനെ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര കാര്യമില്ലേ അത് കേട്ടോ? ഇനി നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയാം. വീട്ടിലെങ്ങനെ എന്താ കഴിച്ച് രാവിലെ അത് പറയട്ടെ ആദ്യം. പുട്ടും ബൂസ്റ്റും. പുട്ടിനകത്ത് ബൂസ്റ്റ് കഴിച്ചെന്ന്. എനിക്ക് വയ്യ, എല്ലാം വെറൈറ്റി ആണല്ലോ. പുട്ടിനകത്ത് ബൂസ്റ്റ് ഒഴിച്ച് കഴിച്ച്. ബൂസ്റ്റ് ഒഴിച്ചല്ലേ, ഇട്ടഴിച്ച്. ഓ എനിക്ക് വയ്യ, ബൂസ്റ്റ് ഒക്കെ ഇട്ട് കഴിച്ചില്ലേ? പഞ്ചാരക്ക് പകരം പഞ്ചാര ഇല്ല, ബൂസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓ അതൊക്കെയാണോ ഭക്ഷണം? ബൂസ്റ്റ് മാത്രം എടുത്തേന്ന് തിന്നത്തില്ല. ഇല്ല, ഇച്ചിരിയൊക്കെ പാല് കാച്ചു തിന്നും. ശരി ശരി. പുട്ട് കിട്ടണം ബൂസ്റ്റ് ഇട്ട് കഴിക്കണമെങ്കിൽ. ഓക്കെ ഓക്കെ. അപ്പൊ പുട്ടൊക്കെ കഴിച്ച് ബൂസ്റ്റും കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു എനർജി അല്ലേ? ഓക്കെ. അപ്പൊ എന്നും ഇത് തന്നെയാണ് പരിപാടി? എന്നുമില്ല, എന്നൊക്കെ ദോശയും പുട്ടും കടലയൊക്കെ. ഓ ഇന്നൊരു വെറൈറ്റി മാറ്റി പിടിച്ച് ഇന്ന് ഇന്റർവ്യൂവിനൊക്കെ വരേണ്ടതുണ്ടല്ലേ? അതിൽ പുട്ടും ബൂസ്റ്റും ഒക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചല്ലേ? ഓക്കെ. അപ്പൊ എനർജി ഉണ്ടല്ലോ ഇപ്പോഴും അതുകൊണ്ട്. അതുകൊണ്ട് ഭാഗ്യായി അല്ലേ? അല്ലെ എന്ത് ചെയ്ത് പോയനെ ഇപ്പം? എനർജി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നേനെ. ഓ ഇങ്ങനെ ഇരുന്നേനെ. ഇപ്പൊ എല്ലാം ആകെപ്പാടെ എല്ലാം തകടം മറിഞ്ഞേനെ, എന്റെ എനർജി കൂടെ പോയനെ. ഓക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തോ മോന്? ദോശയും സാമ്പാറും. ഓ ദോശയും സാമ്പാറും അതാണ് ഇഷ്ടം. ഓക്കെ. സ്കൂളിലൊക്കെ ഇനി എങ്ങനെ പരിപാടി? ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോയില്ലേ? ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോണ്ടേ? കരയോ സ്കൂളിലൊക്കെ പോകുമ്പം? ഇല്ല. പിന്നെന്താ? കരയത്തൊന്നുമില്ല ഞാൻ. പിന്നെ ഞാൻ അവിടെ പഠിക്കത്തേ ഉള്ളൂ. മടിയൊന്നും ഇല്ലേ പോവാൻ സ്കൂളിലൊക്കെ? മടിയില്ല. ആഹാ. സ്കൂളൊക്കെ അടച്ചപ്പം വീട്ടിൽ എന്തുവായിരുന്നു പരിപാടി? പഠിത്തം പിന്നെ കളിക്കും. ഓ പഠിത്തവും കളിയും ആയിരുന്നു അല്ലേ? വെക്കേഷൻ ഒക്കെ എങ്ങോട്ടായിരുന്നു? സുഖമായിരുന്നു. അടിച്ചു പൊളിച്ചോ? എവിടെങ്കിലൊക്കെ പോയോ? യാത്രയൊക്കെ പോയോ? പാർക്കിൽ പോയി, ബീച്ചിലൊക്കെ പോയി. ഏത് പാർക്കിലാ പോയേ? അഡ്വഞ്ചർ പാർക്ക്. അവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടു? പാർക്കില് സ്ലൈഡ് കണ്ട്, പിന്നെ മേളോ ഇരിക്കുമ്പോ അങ്ങ് ചാടുന്ന സാധനം കണ്ട്. ഇരിക്കുമ്പോ ചാടുന്ന സാധനോ? അല്ല, ഇരിക്കുമ്പോ ചാടല്ല, അത് തെറ്റിപ്പോയതാണ്. അത് തെറ്റിയത് ശരിയായിട്ട് പറയൂ. അതാണ്ട് കൊറേ പിള്ളേര് അതിന്റെ അകത്തേറി ചാടുന്ന സാധനം ഇല്ലേ? കുറച്ച് പിള്ളേര് അതിനകത്ത് കയറി ചാടുന്ന സാധനം ഉണ്ടോ? ഉണ്ട് അതിനകത്ത്. അതൊക്കെ ചാടിയോ? ചാടി. എങ്ങനെ ഉണ്ടായിരുന്നു ചാട്ടമൊക്കെ? കൊള്ളായിരുന്നു. അത് എന്റെ ഓർമ്മ കാലങ്ങ് പിടിച്ചു വെക്കുക. ആര്? കാല് ഞാൻ താണ്ടെ വെക്കാൻ പോലും പറ്റുന്നില്ല. ചാടി ഊപ്പാട് വരുത്തും കാല്. കാലാന്ന് കുഴപ്പമൊന്നരം. ഇപ്പൊ കാലിഞ്ഞ് വെച്ചിട്ട് പോയാ പോരായിരുന്നോ? കാലെങ്ങനെ വെക്കുന്ന? അല്ല ഇപ്പൊ കാലല്ലേ ഇപ്പൊ ചാടിച്ചോണ്ടിരുന്നത് നമ്മള് ചുമ്മാ ഇരിക്കുമ്പോ. അപ്പൊ കാലിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ട് കയറി ഇരുന്ന കാല് പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും അതൊക്കെ സോൾവ് ആയോ? പിന്നെ ഇനിയിപ്പോ അങ്ങനെ ചാടാൻ തോന്നുന്നുണ്ടോ? ഇല്ല, മടുത്ത്. ഇനിയിപ്പോ അടിച്ചൊരു പാർക്കിട്ട് പോകാനേ തോന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇത് കേൾക്കും കേട്ടോ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും ഇങ്ങനെ ചാടുന്നൊരു സാധനം അവിടെ ഉണ്ട്. ഇനി ആ ഭാഗത്തേക്ക് ആരും പോത്തില്ല പേടിച്ചിട്ട് അല്ലേ? വിഘ്നേഷ് പേടിച്ചല്ലോ. പേടിച്ച്. അനിയോട്ട് അടിയൊക്കെ കൂടാറുണ്ടോ?
ഇച്ചിരിയൊക്കെ അടി കൂടും. എന്തോ പറഞ്ഞ അടി കൂട്ടുന്നേ? എടാ പോടാന്ന് കളിച്ച്. ഓ കൊച്ചു കാര്യം ഈസി, അതൊക്കെ എന്ത് എന്നിട്ട് അവനെ വിളിക്കും. അവന് വിളിക്കും. അവൻ എത്ര പഠിക്കുന്നു? LKG-ലാവാൻ പോകുന്നു അവൻ. LKG-ലാവാൻ പോവോ? അങ്ങനെ പോകാണ്ട് തയ്യാറായി നിൽക്കുകയാണോ? ആ അത് ശരി. അപ്പൊ രണ്ടുകൂടെ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും ഇല്ല വീട്ടിലൊക്കെ? അല്ല ആണോ? ഇത്തിരിയൊക്കെ ഫൈറ്റ് ആണ്. ആരാ ജയിക്കുന്നേ? ആരാ ജയിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ദാണ്ട തല കുത്തി ദാണ്ട് ഇങ്ങനെ നിക്കുമ്പോ ദാണ്ട് ഇങ്ങനെ നിക്കത്തില്ല ഞാൻ. തലകുത്തിയിരിക്കും. തലകുത്തി പിന്നെ ഒരു രസവുമില്ല കാണാൻ. അവൻ ദാണ്ട് ഇങ്ങനെ തള്ളു. അവൻ എനിക്കാണെങ്കിൽ അതിന് സ്ട്രോങ്ങും ഇല്ല. ഞാൻ ദാണ്ട് പെട്ടെന്ന് അവന്റെ ദേഹമൊക്കെ പിടിച്ച് ഇങ്ങനെ ആക്കും. നമ്മളെ പിടിച്ച് തലകുത്തിയൊക്കെ നിർത്തി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് പിന്നെ ഒന്നും കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, പിന്നെ ഒന്നും എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ആരാ ജയിക്കാൻ അറിയാൻ പറ്റാത്തത്. അപ്പൊ അവൻ താണ്ട് എന്നെ തോപ്പിക്കാൻ പൈപ്പിന്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ പോകുന്നു. അനിയൻ വില്ലനാണല്ലേ? അനിയൊന്ന് കാണണല്ലോ എനിക്ക് നേരിട്ട്. അവിടെയല്ലേ ഇപ്പൊ നിന്നപ്പോ കണ്ടത്? ആണോ? ശരി, നമുക്ക് ഒന്നുകൂടെ കാണണം കേട്ടോ എനിക്ക് അനിയനെ. അത്ര ഉള്ളതില്ല. അനിയൻ എന്താ ചേട്ടൻ ചെയ്യുന്നത് ഇനി നമുക്ക് അറിയാം. അനിയനടുത്ത് ചോദിക്കുമ്പോ അറിയാം കേട്ടോ. പിന്നെ പഠിച്ച് വലുതായിട്ട് ആരാവാൻ ആഗ്രഹം? അമ്മ ഞാൻ പറയുന്ന പോലീസ് ആവാൻ ആഗ്രഹമാണെന്ന്. അമ്മ പറയുന്ന മോൻ അതൊന്നും ആവണ്ട, എല്ലാരും ഇട്ട് അടിക്കാനും ഇടിക്കാനും. അയ്യോ അമ്മ അത്രയും പാവം അല്ലയോ? അപ്പൊ ഞാൻ ഡോക്ടർ ആവാൻ പറഞ്ഞു. ഡോക്ടറെ കഴിഞ്ഞാൽ എല്ലാരും ചികിത്സിക്കാം. ഒരുപാട് ഡോക്ടറെ എന്തൊക്കെ ചെയ്യും? പൈസ ഇല്ലാത്തവരൊക്കെ വന്നാ എന്തോ ചെയ്യും? അവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കും. എനിക്ക് വയ്യ. ഞാനൊരു പാവമാ. പാവമാണോ? എനിക്ക് വയ്യോ. ഇതൊക്കെ ഒരു ശുഷ്കാന്തിയുള്ള ഒരു പയ്യന് നമുക്ക് കിട്ടിയല്ലോ. അല്ലേ? ഇത്രയും നല്ല നിർമ്മല സ്വരൂപനായിട്ടുള്ള, നമുക്ക് ശാന്ത സ്വരൂപനായിട്ടുള്ളൊരു ഒരു കുട്ടിയെ നമുക്ക് കിട്ടി. ഒരുപാട് സന്തോഷമായി കേട്ടോ. എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ ഈ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയല്ലോ. ഫ്രീ ആയിട്ടൊക്കെ പൈസ ഇല്ലാത്തവരൊക്കെ സഹായിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഡോക്ടറെ കൈ അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ നല്ല മിടുക്കനായിട്ട് പഠിച്ച് നല്ല പാട്ടുകാരനൊക്കെ ആയിട്ട്. പാട്ട് പഠിക്കുന്നുണ്ടോ? മിടുക്കൻ. പാട്ടൊക്കെ പഠിച്ച് നല്ല മിടുക്കനായിട്ട് ലോകം അറിയുന്ന ഒരാളായിട്ട് വരണം. ഓക്കെ. അപ്പൊ ഇനി കാണുമ്പം വലുതായിട്ടൊക്കെ ഈ ഒരു ജോലിയൊക്കെ ഇട്ട് കാണുമ്പോ നമ്മളെയൊക്കെ ഓർക്കുമല്ലോ. ഓക്കെ. അപ്പം ഓരോ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പഠിച്ച് മിടുക്കനായിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥനകളും ഉണ്ട് കേട്ടോ. പിന്നെ എന്റെ പഴയ ആന്റി ഇല്ലേ, ടീച്ചർ മിനി ആന്റി ആണ്ട് അവിടെ കൊറേ നേരം ഒന്ന് പഠിപ്പിക്കും. സന്ധ്യ വരെ പഠിപ്പിക്കും. സ്കൂളിലോ? അല്ല, ട്യൂഷന്. സ്കൂളിൽ പോയിട്ട് വന്ന് ട്യൂഷന് വന്ന് പഠിക്കും. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ട്യൂഷൻ ആകുമ്പോൾ സന്ധ്യ വരെ പഠിപ്പിക്കും അല്ലേ? അത് പരാതി പറയണോ നമുക്ക്? വേണ്ടല്ലോ, സന്തോഷമല്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മള് സന്തോഷമാണ്. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ.